കുറച്ചു മുൻപാണ് ഒരു മരണവാർത്ത, ദാരുണമായൊരു വാർത്ത വന്നത്. മലപ്പുറം വഴിക്കടവിൽ പന്നിക്ക് വെച്ച വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരണപ്പെട്ടു എന്നുള്ള വാർത്ത. ജിത്തുവിന്റെ മരണം സംഭവിച്ചു. ബന്ധുക്കളായ 5 പേരാണ് ഒപ്പമുണ്ടായിരുന്നത്. അവിടെ ആര്യാടൻ ഷൗക്കത്ത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഷൗക്കത്തിന്റെ പ്രതികരണം നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഷിനോജ് എസ്റ്റിയിലേക്കും ആര്യാടൻ ഷൗക്കത്ത് എത്തിയ ദൃശ്യങ്ങളിലേക്കും ഒന്ന് പോവുകയാണ്. ഷിനോജ്, അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നേ ഉള്ളൂ. അതാണ് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. എന്തായാലും അതാണ്. KCBയുടെ സ്വാഭാവികമായിട്ടും അതായിരിക്കുമല്ലോ. KCBയുടെ മൗനാനുവാദം ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. KCBയുടെ അനുവാദം ഇല്ലാതെ അങ്ങനെ ഒരു അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നേ അന്വേഷിക്കില്ല. എന്തായാലും ഇത് KCBയിൽ നിന്നാണെങ്കിൽ ഒരു സംശയവും വേണ്ട. ഇത് കൃത്യമായി KCB ഉദ്യോഗസ്ഥന്മാർ അറിയാതെ ഈ കാര്യം നടക്കില്ല എന്നറിയാം. പാലാടുള്ള ഹോസ്പിറ്റലിലെ കുട്ടിയുടെ പിന്നെ അത്ര ഗുരുതരമല്ല. മറ്റേ കുട്ടിയുടെ ഒബ്സർവേഷനിലാണ്. ശരി. ആര്യാടൻ ഷൗക്കത്ത് ഈ സംഭവ സ്ഥലത്ത് ആശുപത്രിയിലെത്തി നൽകിയ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. ഷിനോജ് എസ്റ്റിയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷിനോജ്, 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണം സംഭവിച്ചിരിക്കുന്നു. കൂടെ ഉണ്ടായിരുന്നവർക്ക് ഷോക്കേറ്റിരിക്കുന്നു. KSCBയുടെ അനാസ്ഥ എന്നുള്ള തരത്തിൽ ഒരു പ്രതികരണം കേൾക്കുന്നുണ്ട്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? അദ്ദേഹം എന്താണ് പറയുന്നത്? അനുസര, ഇന്ന് വൈകിട്ടോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ വൈകിട്ട് മീൻ പിടിക്കുന്നതിന് വേണ്ടി പോയ കുട്ടികൾ 5 പേരാണ് ഈ കുട്ടികൾ സംഘത്തിലുണ്ടായിരുന്നത്. അവർ മീൻ പിടിക്കുന്നതിനിടയിൽ ഇത്തരത്തിൽ പന്നിക്ക് വെച്ച കെണിയിൽപ്പെട്ട് ഇത്തരത്തിൽ മരണം സംഭവിക്കുകയായിരുന്നു. ഇതിൽ 5 വിദ്യാർത്ഥികൾ ആണ് ഉണ്ടായിരുന്നത്. ഇതിൽ 4 പേർക്ക് ഷോക്കേറ്റു. ഒപ്പം അതിലുണ്ടായിരുന്ന ഒരു കുട്ടി മരണപ്പെട്ടു. ജിത്തു എന്നാണ് കുട്ടിയുടെ പേര്. 15 വയസ്സാണ് പ്രായം. ബാക്കി 4 പേർക്കും ഷോക്കേറ്റു. ഈ 4 പേരെ വിവിധ ആശുപത്രികളിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന നിലമ്പൂർ ജില്ലാ ആശുപത്രിയാണ്. ജില്ലാ ആശുപത്രിയിൽ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റ് 2 പേരെ ഈ അടുത്ത് തന്നെയുള്ള വഴിക്കടവിനടുത്ത് തന്നെയുള്ള ഒരു പ്രാഥമികമായ ആശുപത്രിയിലാണ് മാറ്റിയിരിക്കുന്നത്. അവരുടെ ആരോഗ്യനില വളരെ പ്രശ്നമില്ല, ആരോഗ്യനിലയൊക്കെ കുഴപ്പമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ മേഖല എന്ന് പറയുന്ന വഴിക്കടവ് പ്രദേശമെന്ന് പറയുന്നത് മലയോര മേഖലയാണ്. ഇത്തരത്തിൽ കാട്ടുപന്നി അതുപോലെ തന്നെ കാട്ടുമൃഗങ്ങളുടെ ആക്രമണമൊക്കെ തന്നെ പതിവായ മേഖലയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവിടെ എന്തെങ്കിലും നടപടികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിൽ വെച്ചുള്ള കെണിയിലാണ് ഇത്തരത്തിൽ ഈ അപകടം ഉണ്ടായത് എന്നാണ് നമുക്കിപ്പോൾ നാട്ടുകാരിൽ നിന്നും അതുപോലെ തന്നെ ജനപ്രതിനിധികളൊക്കെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രതികരണമാണ് അല്പസമയം മുൻപുണ്ടായത്. അദ്ദേഹം പറയുന്നത് ഇത് സർക്കാർ സ്പോൺസർ ചെയ്ത ഒരു കൊലപാതകമാണ്. KSCBയുടെ മൗനമായിട്ടുള്ള അനുവാദം ഉണ്ട്. പ്രത്യേകിച്ച് നിലമ്പൂർ പോലുള്ള പ്രദേശത്ത് ഇത്തരത്തിൽ സ്വാഭാവികമായി തുടർന്ന് വരുന്ന കൊലപാതകങ്ങൾ, ഈ ക്രൂരമായ വന്യമൃഗങ്ങളുടെ അതിൽ നിന്ന് തുടർന്ന് വരുന്ന ഇത്തരത്തിൽ കൊലപാതകങ്ങളുടെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണം. KSCBക്ക് എന്താണ് സംഭവിച്ചതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തണം എന്ന് തുടങ്ങിയ ആവശ്യങ്ങളാണ് നിലവിൽ UDF ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്തായാലും ഈ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോഴും മോശമായി തന്നെ തുടരുകയാണ്. ആകെ ഒരു കുട്ടിയാണ് നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലുള്ളത്. അവരുടെ ആരോഗ്യനില ഒബ്സർവേഷനിലാണ്. ഒരാൾ മരണം സ്ഥിരീകരിച്ചു. ജിത്തു എന്നാണ് പേര്. 15 വയസ്സാണ് പ്രായം. അനശ്വര. ശരി. മലപ്പുറം വഴിക്കടവിലാണ് പന്നിക്ക് വെച്ച വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചത്. ഒരാളുടെ നിലയെക്കുറിച്ചും സംസാരിക്കുന്നുണ്ടായി. ആര്യാടൻ ഷൗക്കത്ത് ആ സ്ഥലത്തെത്തി. ഇത് വലിയ ആരോപണങ്ങളാണ് KSCBക്കെതിരെയും സർക്കാരിനെതിരെയും ഉന്നയിക്കുന്നത്. എന്തായാലും ദാരുണമായൊരു സംഭവം തന്നെയാണ്. ഷിനോജ് എസ്റ്റിയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവച്ചത്.